ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് കുറച്ച് മൺപയറാണ്. നമ്മളിതിന് വൻപയറെന്നും മമ്പയറെന്നും ഒക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കുതിർത്തി വെച്ചതാണ്. നമുക്ക് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മത്തനാണ് വേണ്ടത്. പച്ച മത്തൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് അത്യാവശ്യം എരിവ് വേണ്ടതാണ്. നമ്മൾ മത്തന് ചേർക്കുമ്പോൾ നല്ല രീതിയിലൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ആ മധുരം ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എരിവ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 3 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 വിസിലിലാണ് വേവിച്ചെടുക്കുന്നത്. എൻ്റെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കുക്കറിനനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മത്തനും മമ്പയറും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി എടുക്കാം. നമ്മൾ ഓവറായിട്ട് ഇളക്കുമ്പോൾ ഒന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ്. ഞാൻ അരമുറി തേങ്ങ ചിരവിയതിൽ നിന്നും പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബാക്കി പകുതി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് 2 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും കൂടി നമുക്ക് കിട്ടും. അതുപോലെ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. അതിൻ്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് ചെറിയ രീതിയിലൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലെ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വറവിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ചേർത്ത് ഒന്ന് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് വറുത്തെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.